അയോൾസ്. അപ്പോൾ ഇന്ന് ഹ്യൂമനിസം ആൻഡ് ലോജിക്കിലെ യൂണിറ്റ് 3 ലോജിക് ആൻഡ് ലാംഗ്വേജാണ്. അപ്പോൾ ലാംഗ്വേജിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇതിൽ പറയണത്. ദ ബേസിക് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ്, ലാംഗ്വേജിൻ്റെ എന്തെല്ലാം ഉപയോഗങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും ഓൻ്റെ തോട്ട് അത് പറയണമെന്നുണ്ടെങ്കിൽ എന്താണോ ലാംഗ്വേജ് അത്യാവശ്യമാണ്. ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഒരു കാര്യം, ഇപ്പോൾ ഒരു ആർഗ്യുമെൻ്റ് ഒരാൾ ഉന്നയിച്ചാൽ അത് ൻ്റെ വാലിഡിറ്റിയും ഇൻവാലിഡിറ്റിയൊക്കെ നിർണ്ണയിക്കണം എന്താണ് ഓൻ്റെ ആ ലാംഗ്വേജിൻ്റെ ഫോമും അതിൻ്റെ സ്ട്രക്ചറൊക്കെയാണ്. അപ്പോൾ ഒരു ആർഗ്യുമെൻ്റ് എന്നുള്ളത് അത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനെയും അതേപോലെ മറ്റു ലാംഗ്വേജിൻ്റെ ഉപയോഗിച്ച ലോജിക്ക് അങ്ങനത്തേനൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് എന്ത് എല്ലാ ആർഗ്യുമെൻറ്റിൻ്റെയും ഉത്ഭവം ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്കിത് നോക്കാം. ദ ബേസിക് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജാണ് ആദ്യത്തെ ഹെഡിങ്. അതായത് ലാംഗ്വേജിൻ്റെ എന്തെല്ലാം ഉപയോഗങ്ങൾ എന്നുള്ളതാണ് പറഞ്ഞത്. ലാംഗ്വേജ് ആൻഡ് തിങ്കിങ് ആർ ക്ലോസ്ലി റിലേറ്റഡ്. ലാംഗ്വേജും ചിന്തയും എന്നുള്ളത് എന്താണ് വളരെയധികം അടുത്ത് ബന്ധപ്പെട്ടാണ്. ലേണിംഗ് എ ലാംഗ്വേജ് ഈസ് ലേണിംഗ് എ ന്യൂ വേ ടു തിങ്ക്. പുതിയൊരു ഭാഷ പഠിക്കുക എന്നുള്ളത് എന്താണ് പുതിയ രീതിയിൽ ചിന്തിക്കുക എന്നുള്ളതിന് പെട്ടതാണ്. വിത്തൗട്ട് വേർഡ്സ് ആൻഡ് സിമ്പിൾസ് വി കനോട്ട് തിങ്ക്. വാക്കുകളും ചിന്തകളൊന്നും ഇല്ലെങ്കിൽ എന്താവില്ല, നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. പിന്നെ ഇത് പറഞ്ഞത് ലാംഗ്വേജ് നമ്മുടെ നിത്യജീവിതത്തിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉപയോഗിക്കണ ഒന്നാണ്. പിന്നെ ഇവിടെ ഒരുപാട് രീതിയിലുള്ള ലാംഗ്വേജുകളുണ്ട്. പിന്നെ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് നമ്മൾ എന്തൊക്കെയാണ് ഗ്രീറ്റിംഗ് പീപ്പിൾ, മറ്റുള്ളവരെ അഭിവാദ്യം ചെയ്യാണ്. പിന്നെ ലെറ്റിംഗ് അതേഴ്സ് നോ അവർ റിക്വയർമെൻറ്റ്സ്, പിന്നെ എക്സ്പ്രസിങ് അവർ ഫീലിങ്സ്, റിക്വസ്റ്റിങ്, ഗീവിങ് ഇൻസ്ട്രക്ഷൻസ്, സിംഗിങ്, ക്രാക്കിങ് ജോക്സ്, പ്ലാക്റ്റിങ്, ആസ്കിങ്, തിങ്കിങ്, പ്രേയിങ്. അങ്ങനെ ലാംഗ്വേജിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ തീരുന്നില്ല, അത്രയും തോന്നെ ഉപയോഗങ്ങൾക്ക്. എന്തൊരു കാര്യത്തിനും ലാംഗ്വേജ് ഇല്ലാതെ നടക്കില്ല. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായും പറയണത് എന്താണ് ലാംഗ്വേജിൻ്റെ കുറച്ച് ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ്. അതിൽ പ്രധാനപ്പെട്ട 3 എണ്ണമാണ് എന്ത് ഇൻഫോർമേറ്റീവ് ഫങ്ഷന്, 2 എക്സ്പ്രസീവ് ഫങ്ഷന്, 3 ഡയറക്റ്റീവ് ഫങ്ഷന്. ഇനി ഒന്നാമത്തെ ഇൻഫോർമേഷൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബേസിക് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ് ഈസ് ടു ഇൻഫോം ആൻഡ് ഡിസ്ക്രൈബ് ഫാക്റ്റ്. ഈ ലാംഗ്വേജിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരു അറിവ് നൽകുക, അല്ലെങ്കിൽ ഒന്നിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുക, അതായത് ചർച്ച ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിൽപ്പെട്ട ഇതിൻ്റെ ഉദാഹരണം എന്താണ് തിരുവനന്തപുരം ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള. നമ്മൾ തിരുവനന്തപുരം എന്നുള്ളത് കേരളത്തിൻ്റെ തലസ്ഥാനമാണെന്നുള്ളത് എന്താണ് ഒരു അറിവാണ്. അപ്പോൾ അതൊരു ഇൻഫോർമേറ്റീവ് ഫങ്ഷനാണ് ലാംഗ്വേജിൻ്റെ. പിന്നെ 2 + 2 = 4, 2 കൂട്ടിയ 2 + 2 4, അതും ഒരു അറിവാണ്. അങ്ങനെ അറിവ് നൽകുക എന്നുള്ളതാണ് എന്ത് ഈ ഇൻഫോർമേറ്റീവ് ഫങ്ഷൻ ലാംഗ്വേജിൻ്റെ ഒരു ഇത്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്താണ് ഇൻഫോർമേറ്റീവാണ്. ഇനി അതുപോലെ തന്നെ എന്താവാം, ഇത് ചിലപ്പം ഫാക്റ്റ് ആവാം, ചിലപ്പം സത്യമല്ലാതിരിക്കാം. അപ്പോൾ ഇൻഫോർമേറ്റീവ് എന്നുള്ളിടത്ത് ഇൻഫോർമേറ്റീവ് അതായത് ഉപകാരം ഉള്ളത് സത്യം എന്നുള്ളത് മാത്രമല്ല, ചിലപ്പം മിസ്ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അറിവും ഉണ്ടാവുക ഈ ലാംഗ്വേജിലൂടെ നമുക്ക് കൈമാറാൻ കഴിയും. ഇനി രണ്ടാമത്തതാണ് എക്സ്പ്രസീവ് ഫങ്ഷന്. അതായത് ഈ ഒരു സ്പീക്കറെ ഇമോഷന് ഫീലിങ്സൊക്കെ എന്താവുക ലാംഗ്വേജിലൂടെ ഈ കമ്മ്യൂണിക്കേഷനിൽ അവന് പങ്കുവെക്കുക. അതിൽ സന്തോഷം പങ്കുവെക്കും, സങ്കടം പങ്കുവെക്കും. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനിൽപ്പെട്ടാണ് ലാംഗ്വേജിൻ്റെ. അപ്പോൾ ഉദാഹരണത്തിൽ ഇതിൽ കൊടുത്ത ടെറിഫിക്, ഈ ഗംഭീരം, ഉജ്ജ്വലം എന്നൊക്കെ പറയില്ല, ഇപ്പോൾ ഒരു സന്തോഷവേളയിൽ പറഞ്ഞതാണത്. അതേപോലെ ഫാൻറ്റാസ്റ്റിക്, പിന്നെ ഓ വാട്ട് എ ടെറിഫിക് മാച്ച്, എന്തൊരു ഉഗ്രമായ മത്സരം എന്ന് നമ്മൾ പറയില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ എന്താണ് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതാണ് ഡിറക്റ്റീവ് ഫങ്ഷന്. ലാംഗ്വേജ് കുഡ് ബി യൂസ്ഡ് ടു ഗെറ്റ് സം സ്പെസിഫിക് വർക്ക് ഡൺ. അത് ചില പ്രവൃത്തി ചെയ്യാൻ, ഇപ്പോൾ നമ്മൾ ചില കൽപ്പനകളൊക്കെ പറയില്ല, ക്ലോസ് ദ വിൻഡോ, കം ഹിയർ, പ്ലീസ് ഗീവ് മീ യുവർ പെൻ. അങ്ങനെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് ചിലപ്പോൾ അത് കമൻ്റ് ആവും, ചിലപ്പോൾ സജസ്റ്റ് ആവും, ചിലപ്പോൾ റിക്വസ്റ്റ് ആവും. അത് മറ്റുള്ളവരോട് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്ന കാര്യമാണ് ഡിറക്റ്റീവ്. ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ നോട്ട് ഇവാലുവേറ്റഡ് ആസ് പെർ ട്രൂത്ത് ഓർ ഫാൾസിറ്റി. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ സത്യം ഉണ്ടോ എന്നോ ആരും ഇവാലുവേറ്റ് ചെയ്യില്ല, എന്ത് കൽപ്പിച്ച് ചെയ്യാനുള്ള ഇതാണ്. ഇപ്പോൾ ഒരു പേരൻറ്റ് തൻ്റെ കുട്ടീനോട് ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകാൻ പറഞ്ഞാൽ അതിന് ഒരു ഇൻഫോർമേഷൻ നൽകുക, അല്ലെങ്കിൽ ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതല്ലല്ലോ, അത് ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ പ്ലീസ്, അതേപോലെ ക്ലോസ് ദ വിൻഡോ ഇതൊക്കെ പറയുമ്പോൾ അതിൽ സത്യം നുണ എന്നുള്ള ഒരു സാധ്യത പോലും ഇല്ല. ക്ലോസ് ദ വിൻഡോ പറഞ്ഞാൽ അതിലെന്ത് സത്യം നുണ അത് ചെയ്യാന്നുള്ളത്. അപ്പോൾ കമൻ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ കമൻറ്റുകളാണ് എന്ത് ഡിറക്റ്റീവ് ഫങ്ഷന്. പിന്നെ ഭാഷ എന്ന് പറഞ്ഞത് ഫ്ലൂയിഡും ഫ്ലെക്സിബിളൊക്കെയാണ്. അപ്പോൾ
ചിലപ്പോൾ ഇത് മൂന്നും കൂടി ഒന്നിച്ച് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ദിസ് ബിൽഡിംഗ് ഈസ് ഓൺ ഫയർ എന്ന് പറയുമ്പോൾ അതിൽ ഇൻഫോർമേറ്റീവും ഉണ്ട്, എക്സ്പ്രസീവും ഉണ്ട്, ഡിറക്റ്റീവും ഉണ്ട്. ഇനി മറ്റൊന്നാണ് സെറിമോണിയൽ ഫങ്ഷന്, അതായത് ആചാരപരമായിട്ടുള്ള ഇത്. ഇപ്പോൾ നമ്മൾ ഒരാളെ കാണുമ്പോൾ ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു ഇതൊക്കെ പറഞ്ഞത് ഒരു പ്രത്യേക യാതൊരു ഉദ്ദേശമില്ലാതെയാണ്. അപ്പോൾ നമ്മൾ ഒരു കാണുമ്പോഴുള്ളൊരു മര്യാദ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിൽ ഒരു ഇൻഫർമേഷനോ മറ്റൊന്നുമില്ലല്ലോ. വി ആൾ നോ വെൽ ദാറ്റ് ഹൗ ആർ യു ഈസ് എ ഫ്രണ്ട്ലി ഗ്രീറ്റിംഗ്, നോട്ട് എ റിക്വസ്റ്റ് ഫോർ എ മെഡിക്കൽ റിപ്പോർട്ട്. നമ്മളിപ്പോൾ ഹൗ ആർ യു എന്ന് പറയുമ്പോൾ അതൊരു ഫ്രണ്ട്ലി ഗ്രീറ്റിംഗ് ആണ്, അല്ലാതെ ഒരു മെഡിക്കൽ റിപ്പോർട്ടിന് വേണ്ടിയുള്ള റിക്വസ്റ്റ് ഒന്നുമല്ലല്ലോ. സെറിമോണിയൽ ലാംഗ്വേജ് ഈസ് എ മിക്സ്ചർ ഓഫ് എക്സ്പ്രസീവ് ആൻഡ് ഡയറക്റ്റീവ് യൂസ് ഓഫ് ലാംഗ്വേജ്. അപ്പോൾ സെറിമോണിയൽ ലാംഗ്വേജ് പറഞ്ഞാൽ അത് എക്സ്പ്രസീവിൻ്റെയും ഡിറക്റ്റീവിൻ്റെയും ഒരു മിക്സ്ചറാണ്. അത് രണ്ടും കൂടി സമ്മിശ്രമായ ഒരു ലാംഗ്വേജാണ്. ഇനി അടുത്തത് പെർഫോമേറ്റീവ് ഫങ്ഷനാണ്. ഇതെന്ന് പറഞ്ഞാൽ പെർഫോമേറ്റീവ് എക്സ്പ്രഷൻസ് ആർ യൂസ്ഡ് ടു അക്കംപ്ലിഷ്ഡ് സം സോഷ്യൽ ആക്ട്. സാമൂഹിക പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ പ്രകടനാത്മകമായ ആവിഷ്കാരങ്ങൾ ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് സംവാട്ട് സിമിലർ ടു ദ സെറിമോണിയൽ, അതായത് ഇത് ചടങ്ങിനോട് സാമ്യമുള്ളതാണ് കാര്യം. ഇപ്പോൾ എക്സാമ്പിൾ, ദ ലാംഗ്വേജ് ആക്ട് പെർഫോംഡ് ബൈ പ്രീസ്റ്റ് ഇൻ മാരേജ് ഫങ്ഷൻ. ഈ മാരേജ് ഫങ്ഷനിൽ ഇപ്പോൾ പുരോഹിതന്മാരൊക്കെ പല ഗദ്യങ്ങളും ശ്ലോകങ്ങളൊക്കെ ചൊല്ലുള്ളൂ അങ്ങനത്തെ. അടുത്തതാണ് ഇമോട്ടീവ്ലി ന്യൂട്രൽ ലാംഗ്വേജ്. ഇത് വൈകാരികമായ ഒരു ഇത്. അത് യുക്തിക്ക് എന്ത് അനുമാനിക്കപ്പെടുന്നോ, ഏതടിസ്ഥാനത്തിൽ അത് അനുമാനിക്കപ്പെടുന്നോ എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് കിടക്കുന്നത്. പിന്നെ ഈ ലോജീഷ്യൻസൊക്കെ എന്താണ് ഫോക്കസ് ചെയ്യണത് ഇമോഷണലി ന്യൂട്രൽ ലാംഗ്വേജിലാണ്. ഇമോട്ടീവ്ലി ചാർജ്ഡ് ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ടു പെർസ്യൂഡ് അതേഴ്സ്, അതായത് മറ്റുള്ളവരെ അനുനയിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് ഇമോഷൻ പരമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതല്ലേ ഒരു ഇമോഷണൽ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട്, അതാണത്. പിന്നെ ന്യൂട്രൽ ലാംഗ്വേജ് ഈസ് വാല്യൂഡ് വെൻ ദ ഗോൾ ഈസ് ഫാക്റ്റ്, അതായത് നമ്മുടെ ലക്ഷ്യം നല്ലതാണെങ്കിൽ, അതായത് സത്യമാണെങ്കിൽ അതെന്താണ് ഈ ഇമോഷണൽ ന്യൂട്രൽ ലാംഗ്വേജ് എന്താണ് വാല്യൂഡാണ്. ഇത് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കാണ്, അതായത് നമ്മുടെ ഇമോഷണൽ വെച്ച് കണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ആവശ്യങ്ങൾക്ക്.